പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L3215 എന്ന പ്രിന്ററിന്റെ സ്കാനർ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഗൂഗിളിൻ്റെ ഹോം പേജ് എടുക്കുക. അവിടെ എപ്സൺ L3215 സ്കാനർ ഡ്രൈവർ എന്ന് ടൈപ്പ് ചെയ്താണ് സെർച്ച് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ കുറേ വെബ്സൈറ്റുകളുടെ ലിസ്റ്റ് കാണിക്കും. ഇവിടെ ഫസ്റ്റ് തന്നെ epson.co.in എന്ന എപ്സൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതുപോലെ USB കേബിൾ കണക്റ്റഡ് ആയിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ സൈറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്മുടെ വിൻഡോസ് അല്ലെങ്കിൽ മാക് ഏത് വെർഷനാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ കുറേ വെർഷൻസ് കാണിക്കുന്നുണ്ടാവും. അതിൽ നമ്മുടെ വെർഷൻസിന് നേരെ, നമ്മുടെ സിസ്റ്റത്തിൻ്റെ വെർഷൻസിന് നേരെ ഇതേപോലെ ബ്രാക്കിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ വിൻഡോസിൻ്റെ അല്ലെങ്കിൽ മാക്കിൻ്റെ വെർഷൻ വരുന്നത്. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പേജ് ഒന്നുകൂടെ റീലോഡ് ആവുന്നതാണ്. ആ റീലോഡായി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീലോഡ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ടാവും. വന്നു കഴിഞ്ഞാൽ താഴെ കാണുന്ന ഡ്രൈവേഴ്സ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ താഴെ ആ ഡ്രൈവേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആദ്യം മസ്റ്റായിട്ട് പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ ഈ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ ഇത് ഡിറ്റക്റ്റ് ചെയ്യുകയുള്ളൂ. അതേപോലെ കമ്പ്യൂട്ടറും പ്രിൻ്ററും തമ്മിൽ USB കേബിൾ വഴി കണക്റ്റഡ് ആയിരിക്കുകയും വേണം. അപ്പോൾ നമ്മൾ ഈ സ്കാനർ ഡ്രൈവറിന് നേരെ കാണുന്ന ഈ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള സ്കാനർ ഡ്രൈവർ അല്ലെങ്കിൽ സ്കാനറിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആവുന്നതാണ്. ഡൗൺലോഡ് ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാളേഷൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരുന്നതാണ്. ഇത് ചില സിസ്റ്റത്തിലും അങ്ങനെ ചോദിക്കുള്ളൂ. അപ്പോൾ അവിടെ ജസ്റ്റ് റൺ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ ഓപ്പണായി വന്നിട്ടുണ്ട്. കണ്ടില്ല, അവിടെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിരിക്കും. യെസ്, അവിടെ അക്സെപ്റ്റ് എന്നുള്ളത് ഇത് ജസ്റ്റ് ക്യാൻസൽ ചെയ്യാം. അത് ഓവർ റൈറ്റ് ആയതാണ്. ജസ്റ്റ് എന്നുള്ളത് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ ഈ ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇൻസ്റ്റാളിങ് ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് എന്നൊരു ഓപ്ഷൻ വരും. അതിൻ്റെ താഴെ ഫിനിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാനുണ്ടാവും. യെസ്, വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ജസ്റ്റ് ഫിനിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു.
ഇനി സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന ടൂളിൻ്റെ പേരാണ് എപ്സൺ സ്കാൻ 2 പറഞ്ഞ എപ്സൻ്റെ പുതിയ സ്കാനിങ് ടൂൾ വരുന്നത്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ റീസെൻ്റ്ലി ആഡഡ് എന്നുള്ള അവിടെ ജസ്റ്റ് ലിസ്റ്റ് കാണിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം എപ്സൺ സ്കാൻ 2 എന്നുള്ള ടൈപ്പ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത ഫയൽ അവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അവിടെ ലിസ്റ്റിൽ വന്നിട്ടില്ല, കാരണം സിസ്റ്റം കുറച്ച് സ്ലോ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താണ്ട് അതായത് എപ്സൺ എന്നുള്ള ടൈപ്പ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ എപ്സൺ സ്കാൻ 2 എന്നുള്ളത് ടൈപ്പ് ചെയ്യുന്നതോടുകൂടി ഇവിടെ താഴെ കണ്ടില്ലേ ലിസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അതിൽ ഈ കാണുന്ന ആപ്ലിക്കേഷൻ കണ്ടില്ലേ നിങ്ങൾക്ക്, എപ്സൺ സ്കാൻ 2 പറഞ്ഞ ആപ്ലിക്കേഷൻ ഞാൻ ഒന്നുകൂടി എടുത്ത് തരാം, ഒന്ന് വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ ഫോൾഡറിലുണ്ടാവും, എപ്സൻ്റെ ഫോൾഡറിലുണ്ടാവും. സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ വെച്ച് എപ്സൺ സ്കാൻ 2 പറഞ്ഞ്, എപ്സൺ സ്കാൻ അല്ല, അതിൽ ആ സോഫ്റ്റ്വെയറിൽ ഇത് സപ്പോർട്ട് ചെയ്യില്ല. പുതിയ വെർഷനായ എപ്സൺ സ്കാൻ 2 മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അത് ഓപ്പൺ ആക്കുന്ന സമയത്ത് ചില സമയത്ത് ഇതേപോലെ മെസ്സേജ് വരും, അത് ഓക്കെ എന്നുള്ളത് കൊടുക്കുക. എറർ മെസ്സേജാണ് വരുന്നതെങ്കിൽ കൺഫ്യൂഷൻ വേണ്ട, സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആവുന്നതാണ്. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി. ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഹോം പേജായിട്ട് വരുന്നത്. ഇവിടെ ഞാൻ ജസ്റ്റ് സ്കാനർ ഗ്ലാസ്സിലൊരു ഡോക്യുമെൻറ്റ് വെച്ചതിന് ശേഷം ഇവിടെ പ്രിവ്യൂ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അത് നമ്മൾ ചെയ്തത് വർക്ക് കംപ്ലീറ്റഡ് ആണോ അല്ല അറിയാൻ വേണ്ടിയിട്ട് പ്രിവ്യൂ സ്കാൻ ഏതെങ്കിലും ഒന്ന് ഞാൻ ചെയ്യുകയാണ്. സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ആവും. പ്രിവ്യൂ പറഞ്ഞാൽ നമ്മൾ വെച്ച ഡോക്യുമെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ പോയിട്ട് പ്രിവ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. യെസ്, ഇവിടെ പ്രിവ്യൂ ലിസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഞാൻ പകുതിയുള്ളൊരു ഡോക്യുമെൻ്റാണ് വെച്ചത്. അപ്പോൾ ഇതുവരെ ചെയ്ത പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആണ്. ഇതേപോലെ ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.